ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ്. അതായത് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് അഡോളസൻസ്, അല്ലെങ്കിൽ അഡോളസൻസിനെ സ്റ്റഡി ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. മെയിനായിട്ട് ഒബ്സർവേഷൻ മെത്തേഡ് ആൻഡ് എക്സ്പോസിഷൻ മെത്തേഡ്സ്. ഓക്കെ, അതിൽ ഒബ്സർവേഷൻ മെത്തേഡിൽ വരുന്ന ഒന്നാണ് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഇത്. ഓക്കെ, അപ്പോൾ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ജേർണി വിത്ത് എ വൈബ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം എന്താണ് ഇൻട്രോസ്പെക്ഷൻ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്, ജസ്റ്റ് ഒരു ചെറിയൊരു പോയിൻ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. എ ടെക്നിക്ക് യൂസ്ഡ് ഇൻ സൈക്കോളജി ആൻഡ് റിലേറ്റഡ് ഫീൽഡ്സ് ഫോർ സ്റ്റഡിയിങ് ദ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് ആൻഡ് പ്രോസസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അതായത് ഇൻഡിവിജ്വൽസിൻ്റെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ്, പ്രോസസ്സിനെയൊക്കെ സ്റ്റഡി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, അത് ഇൻക്ലൂഡിങ് അഡോളസൻസിനെ സ്റ്റഡി ചെയ്യാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഈ പോയിൻ്റാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ്. സ്റ്റഡിയിങ് ദ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് ആൻഡ് പ്രോസസ്സസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഇൻട്രോസ്പെക്ഷൻ ഇൻവോൾവ്സ് ഇൻഡിവിജ്വൽസ് എക്സാമിനിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ദെയർ ഓൺ കോൺഷ്യസ് തോട്ട്സ്. ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വല് എൻ്റെ തോട്ട്സ്, ഫീലിങ്സ്, സെൻസേഷൻ, പെർസെപ്ഷൻസ് ഒക്കെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഫോക്കസസ് ഓൺ ഇൻറ്റേർണൽ എക്സ്പീരിയൻസ് ദാറ്റ് ആർ നോട്ട് ഡയറക്റ്റ്ലി ഒബ്സർവബിൾ ബൈ അതേഴ്സ്. അപ്പം ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ തന്നെയാണ് നമ്മളെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, മറ്റൊരാൾക്ക് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം നോട്ട് ഡയറക്റ്റ്ലി ഒബ്സർവബിൾ ബൈ അതേഴ്സ്. നമ്മുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല. അപ്പം നമ്മളുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് ആണ് അവിടെ അനലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഒരാളുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ് അവിടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഇൻട്രോസ്പെക്ഷൻ വാസ് പോപ്പുലറൈസ്ഡ് ബൈ വില്യം വൂണ്ട്. അപ്പോൾ ഇത് പോപ്പുലറൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് വില്യം വൂണ്ട് അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചു. ഓഫൺ റിഗാർഡ് ആസ് ദ ഫാദർ ഓഫ് എക്സ്പീരിമെൻ്റൽ സൈക്കോളജിയുടെ ഫാദർ എന്ന് വില്യം വൂണ്ട് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡ് സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ പോപ്പുലറൈസ് ചെയ്ത് വില്യം വൂണ്ടാണ്. അദ്ദേഹം ഫാദർ ഓഫ് എക്സ്പീരിമെൻ്റൽ സൈക്കോളജി എന്ന് അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വേറൊരു പോയിന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ലൈപ്സിഗിൽ, അതായത് ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്ത് അദ്ദേഹമാണ്. ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ലൈപ്സിഗ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്, ജർമ്മനിയിലാണ്. 1879 1879 അത് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ ഹി യൂസ്ഡ് ഇൻട്രോസ്പെക്ഷൻ ആസ് എ പ്രൈമറി മെത്തേഡ്. അദ്ദേഹം ഒരു പ്രൈമറി മെത്തേഡായിട്ട് ഇൻട്രോസ്പെക്ഷൻ യൂസ് ചെയ്തു. എന്തിനു വേണ്ടി? സ്റ്റഡിയിങ് ദ സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം, അതിൻ്റെ ഒരു സ്ട്രക്ചറിനെ സ്റ്റഡി ചെയ്യാൻ വേണ്ടി ഒരു പ്രൈമറി മെത്തേഡായിട്ട് അദ്ദേഹം യൂസ് ചെയ്ത് ഇൻട്രോസ്പെക്ഷനാണ്. ഓക്കെ, അതായത് ഒരു പ്രൈമറി മെത്തേഡായിട്ട് അദ്ദേഹം യൂസ് ചെയ്തു. എന്തിനു വേണ്ടി? സ്റ്റഡിയിങ് ദ സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോധം. ഓക്കെ, നെക്സ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഇൻ സ്റ്റഡീസ് പാർട്ടിസിപ്പൻസ് ആർ ടിപ്പിക്കലി ആസ്ക്ഡ് ടു റിഫ്ലക്റ്റ് ഓൺ ദെയർ മെൻ്റൽ പ്രോസസ് ആൻഡ് ഡിസ്ക്രൈബ് ദം വെർബലി ഓർ ഇൻ റൈറ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റഡീസിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് ഒരാളെ സ്റ്റഡി ചെയ്യണം, ഈ മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യണമെങ്കിൽ അത് അയാളുടെ മെൻ്റൽ എക്സ്പീരിയൻസസ് ഒന്നുകിൽ വെർബലി അല്ലെങ്കിൽ റൈറ്റിംഗ് വഴി അയാളോട് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ നമ്മൾ ആവശ്യപ്പെടുന്നു, അല്ലെങ്കിൽ എഴുതാൻ ആവശ്യപ്പെടുന്നു. ആ രീതിയിലാണ് നമുക്ക് മറ്റൊരാളുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ്, പാർട്ടിസിപ്പൻസിൽ നിന്ന് വെർബലി അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ നമ്മൾ എക്സ്പീരിയൻസസ് കളക്ട് ചെയ്യുന്നു. മറ്റൊരാളുടെ എക്സ്പീരിയൻസ് കളക്ട് ചെയ്യണമെങ്കിൽ ഒന്നുകിൽ വെർബലി ചോദിച്ച് നമുക്ക് മനസ്സിലാക്കാം, അല്ലെങ്കിൽ റിട്ടേൺ ഫോമിൽ നമുക്ക് എഴുതി വാങ്ങാം. ഓക്കെ, ആ ഒരു മെത്തേഡാണ് ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, ആ ഡാറ്റ എങ്ങനെ കളക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മെത്തേഡ് നടത്തുന്നത്, ചെറിയൊരു പോയിൻ്റാണത്. ഓക്കെ, നെക്സ്റ്റ് ഇതെന്തിനു വേണ്ടി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാം അഡോളസൻ്റ് കേസിൽ. അതായത് അഡോളസൻസ് എന്ന് വരുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ലാംഗ്വേജും കമാൻഡ്സും ഉപയോഗിച്ച് നമുക്ക് ഇൻട്രോസ്പെക്ഷൻ ആ ടെക്നിക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജൊക്കെ ഉപയോഗിച്ച് കമാൻഡ്സ് ഒക്കെ കൊടുത്തിട്ട് അവരുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് കളക്ട് ചെയ്യുക. ഓക്കെ, അതായത് പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് അഡോളസൻസ് കേപ്പബിൾ ആണ്, അവരുടെ തോട്ട്സ്, ഫീലിങ്സ്, എക്സ്പീരിയൻസസ് ഒക്കെ പറയാൻ അവർ കേപ്പബിൾ ആണ്. ഓൾസോ
പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ ഇൻട്രോസ്പെക്ഷൻ എബിലിറ്റീസ് അല്ലെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ ഇങ്ങനെ രീതിയിൽ സ്റ്റഡി നടത്തിയാലും അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് സെൽഫ് അവെയർനെസ്. ഈ രണ്ട് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന ഒരു റിസൾട്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെയാണോ ടെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ ഭൗതികമായ ഡെവലപ്മെൻറ്റ് എത്രയുണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അയാൾ ആ എക്സ്പീരിയൻസസ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ അത് അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒക്കെ ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആരാണോ ടെസ്റ്റ് ചെയ്യുന്നത് അയാളുടെ കോഗ്നിറ്റീവ് ഭൗതികമായ ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ അയാളുടെ സെൽഫ് അവെയർനെസ് എത്രത്തോളം ഉണ്ട് അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഫാക്ടേഴ്സാണ് ഈ ഇൻട്രോസ്പെക്ഷൻ ടെക്നിക്കിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, കാരണം നല്ല കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും നല്ല സെൽഫ് അവെയർനെസ്സും ഉള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഡാറ്റ നമുക്ക് കിട്ടും. നെക്സ്റ്റ് നമുക്ക് പോവുകയാണെങ്കിൽ ഇനി അഡ്വാൻറ്റേജസ് ആണ്. എന്താണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്? ഓക്കെ, അതായത് ഒരു ഇൻഡിവിജ്വൽസിൻ്റെ എക്സ്പീരിയൻസസ് അയാളുടെ പെർസ്പെക്റ്റീവിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ അതാണ്. ഓക്കെ, രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് കോംപ്ലക്സ് കോഗ്നിറ്റീവ് പ്രോസസ്സ്. ഓക്കെ, കോഗ്നിറ്റീവ് എന്ന് വെച്ചാൽ ഭൗതികമായ പ്രോസസ്സിൻ്റെ സ്റ്റഡി ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. ഇമോഷൻസ്, സെൽഫ് അവെയർനെസ്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് ഡിസിഷൻ മേക്കിംഗ്, പ്രോബ്ലം സോൾവിങ്, ഇമോഷണൽ റെഗുലേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ പഠിക്കാൻ വേണ്ടി നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാം. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ലിമിറ്റേഷൻസ്. ഓക്കെ, ലിമിറ്റേഷൻസ് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽസ് നമ്മളിപ്പോൾ ഒരാളെ ടെസ്റ്റ് ചെയ്യുന്നെങ്കിൽ അയാൾ പ്രോപ്പറായിട്ട് അതിന് റിയാക്ട് ചെയ്യണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിന് റിയാക്ട് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ഒരു ക്വസ്റ്റ്യൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നു, അപ്പോൾ അയാൾ വെർബലി കറക്റ്റ് ആൻസർ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, വേണമെങ്കിൽ നുണ പറയാം. അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ഫോമിൽ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അപ്പോൾ സത്യസന്ധമായ അയാളത് എഴുതണമെന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞ ഇതാണ്, ഇൻഡിവിജ്വൽസ് കറക്റ്റായിട്ട് അവരുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് പറയണമെന്നില്ല. ഓക്കെ, പിന്നെ കുറേ ഫാക്ടേഴ്സ് ഇതിനകത്ത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോഷ്യൽ ഡിസറബിലിറ്റി, മെമ്മറി ഡിസ്റ്റോർഷൻസ്, സെൽഫ് ഡിസെപ്ഷൻ. നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റും സെൽഫ് അവെയർനെസ് എത്രത്തോളം ഉണ്ട് ആ ഫാക്ടേഴ്സ് ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹൈലി ഇൻഡിവിജ്വലാണ്. നമ്മളിവിടെ ഇൻഡിവിജ്വലിനെ വെച്ചിട്ടാണ് അവിടെ സ്റ്റഡി ചെയ്യുന്നത്. സോ ഇൻഡിവിജ്വൽസിൻ്റെ എക്സ്പീരിയൻസസ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. സോ ഹൈലി ഇൻഡിവിജ്വലാണ്. അതുപോലെ തന്നെ കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻ്റ് ആണ്. ഓക്കെ, ആ സന്ദർഭം എന്താണ് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ ഹൈലി ഇൻഡിവിജ്വലാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലിമിറ്റേഷൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നോക്കാം. എന്തിനു വേണ്ടി ഇത് യൂസ് ചെയ്യുന്നു? യൂസ്ഡ് ഇൻ എയർലി സൈക്കോളജിക്കൽ റിസർച്ച് ടു സ്റ്റഡി ദ പെർസെപ്ഷൻ, മെമ്മറി ആൻഡ് കോൺഷ്യസ്നെസ്. മെമ്മറി അല്ലെങ്കിൽ പിന്നെ കോൺഷ്യസ്നെസ് അതിനെക്കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. മീൻസ് ബോധമണ്ഡലം. ഓക്കെ, അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഒക്കെ അറിയാൻ വേണ്ടി ഈ മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ക്ലിനിക്കൽ സെറ്റിങ്സിൽ തെറാപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് പ്രോപ്പറായിട്ട് ഒരാളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അയാളുടെ പ്രോബ്ലം ഒക്കെ മനസ്സിലാക്കിയിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഇത് യൂസ് ചെയ്യും. മീൻസ് തെറാപ്പിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ ഡെയിലി ലൈഫിൽ ഫോർ ദ സെൽഫ് എക്സ്പ്ലനേഷൻ ആൻഡ് പേഴ്സണൽ ഗ്രോത്ത് അതിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, ഒരു പേഴ്സണൽ ഗ്രോത്ത് ഒക്കെ ഇപ്പം നമുക്കറിയാമല്ലോ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പം അതിനൊക്കെ ഒരു രീതിയിൽ നമുക്ക് ഇൻട്രോസ്പെക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ടെക്നിക്സൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. സോ ഇൻ സമ്മറി, അതായത് ഇൻഡിവിജ്വൽസ് ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് അഡോളസൻസിൻ്റെ പറയുമ്പം ഇൻക്ലൂഡിങ് അഡോളസൻസ് അവരുടെ ഇൻറ്റേർണൽ എക്സ്പീരിയൻസും പ്രോസസ്സും മനസ്സിലാക്കാനും അവരെ സ്റ്റഡി ചെയ്യാനും യൂസ് ചെയ്യുന്ന ഒരു വൺ ഓഫ് ദ മെത്തേഡ് ഓഫ് സൈക്കോളജിയാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് സൈക്കോളജിയിലെ, അതാണ് ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, അപ്പോൾ എനിക്ക് പറ്റുന്ന പോലെ സിമ്പിളായിട്ട് ഈ സംഭവം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി. നമുക്ക് ഒരു റീക്യാപ്പ് അടിക്കാം. ഇന്നിപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇൻട്രോസ്പെക്ഷനാണ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റഡിയിങ് ദ ഇൻറ്റേർണൽ എക്സ്പീരിയൻസസ് ആൻഡ് പ്രോസസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ, അതാണ്. പിന്നെ എന്താണെന്ന് നമ്മൾ നോക്കി, കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ വില്യം വൂണ്ടാണ് ഈ മെത്തേഡ് പോപ്പുലറൈസ് ചെയ്ത്. അദ്ദേഹം എക്സ്പീരിമെൻ്റൽ സൈക്കോളജിയുടെ ഫാദറാണ്. പിന്നെ അദ്ദേഹം ഒരു ലാബോറട്ടറി സ്റ്റാർട്ട് ചെയ്തു ലൈപ്സിഗിൽ. അതാണ് ഫസ്റ്റ് സൈക്കോളജിക്കൽ ലബോറട്ടറി ഇൻ 1879. അത് ഓർത്തിരിക്കുക.
പിന്നെ നമ്മൾ സ്റ്റഡീസിലേക്ക് നോക്കുവാണെങ്കിൽ എങ്ങനെ അഡോളസൻസിന് ഇതെങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അഡോളസൻസിൻ്റെ കേസിൽ ഇതെങ്ങനെ യൂസ് ചെയ്യാം അത് നോക്കി. പിന്നെ നമ്മൾ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻസ് നോക്കി. ഇപ്പോൾ ലിമിറ്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇത് ഹൈലി ഇൻഡിവിജ്വലാണ്. ഒരു ഇൻഡിവിജ്വലിനെ വെച്ചിട്ട് ഇപ്പോൾ പ്രോപ്പറായിട്ട് ആ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് റിയാക്ട് ചെയ്യണമെന്നില്ല നമ്മൾ നടത്തുന്ന സ്റ്റഡിക്ക്. ഓക്കെ, അതാണ് ഒരു ലിമിറ്റേഷനാണത്. പിന്നെ ആപ്ലിക്കേഷൻസ് നോക്കി. ഓക്കെ, ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. സോ ദിസ് ഈസ് മൈ ഇൻസ്റ്റാ ഹാൻഡിൽ. അപ്പോൾ ഈ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.